ചില വിഷയങ്ങൾ പരാമർശിക്കുമ്പോഴാണ് ചില പേരുകൾ പൊന്തി വരുന്നത്. അത് പൊന്തി വരുമ്പോഴാണ് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുന്നത് ഒരു അറിവും അതുപോലെ തന്നെ ചില തിരിച്ചറിവുകളും ചില വായനകളിലേക്കും ഒക്കെ നമ്മളെ എത്തിക്കും. ഡോക്ടർ ജിൻഡോ ജോൺ വളരെ നന്നായി ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനൽ ചർച്ചകളിൽ മറുപടി പറയുന്ന ഒരാളാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം അഖിൽമാരാരുമായി സംസാരിക്കുമ്പോൾ ഒരു പേര് പരാമർശിച്ചു. ആ പേര് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ ഈ പറയുന്ന അതിനപ്പുറമുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താനുള്ള ഒരു സന്ദർഭമായി എനിക്ക് തോന്നി. അത് ആൻഡമാൻ ജയിലിൽ കിടന്നാണെങ്കിൽ 32 വർഷം ആൻഡമാൻ ജയിലിൽ കിടന്ന് മരിച്ച അനുഭവിച്ച മനുഷ്യന്റെ പേരറിയോ? ആരാണ്? രാജ് പുരോഹിത് അല്ലേ? ഈ ബാലനൊന്നും അറിയില്ല. രാജ് പുരോഹിത്, രാജ് സിംഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മൗലാന അലാവുദ്ദീൻ ഹൈദർ അലി. താങ്കൾ നേരത്തെ പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മക്ക മസ്ജിദിൽ ഇമാമായിരുന്ന അദ്ദേഹം 500 ആളുകളെ കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ പേര് സ്മരിക്കാത്ത താങ്കൾ. ഇതാണ്, അതായത് ഈ പറയുന്ന കാലാപാനി എന്ന് പറയുന്ന ആൻഡമാനിലെ ജയിലിൽ ഏതാണ്ട് 32 വർഷക്കാലം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അവിടെ കിടന്ന് രോഗം മൂലം മരണപ്പെടേണ്ടി വന്ന ആളിൻ്റെ പേരാണ് സയ്യിദ് അലാവുദ്ദീൻ ഹൈദർ എന്ന് പറയുന്ന 1824 ജനിച്ച് 1889 മരണപ്പെട്ട ഈ മഹാമനുഷ്യൻ. അദ്ദേഹം വലിയ ഒരു ചിന്തകൻ, ബുദ്ധിജീവി, അതിനേക്കാളുപരി ഒരു മുസ്ലിം മതപുരോഹിതൻ, മക്ക മസ്ജിദ് എന്ന് പറയുന്ന ആ മസ്ജിദിലെ ഇമാമായിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു അദ്ദേഹം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ സംഘാടകനായും അതിൻ്റെ പ്രചാരകനായും അതിൻ്റെ പ്രബോധകനായും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 1857 ജൂലൈ 17 അദ്ദേഹം 500 പേരടങ്ങുന്ന ഒരു സംഘവുമായി തുർബിസ് ഖാൻ എന്ന് പറയുന്ന ഒരാളിനെ പടനായകനായി മുന്നിൽ നിർത്തി ബ്രിട്ടീഷ് റെസിഡൻസിയായ ഇപ്പോഴത്തെ കോട്ടി വിമൻസ് കോളേജ് എന്ന് പറയുന്ന ആ കോളേജ് നിലനിൽക്കുന്ന ബ്രിട്ടീഷ് റെസിഡൻസിയിൽ ചെന്ന് അവിടുത്തെ കൊളോണിയൽ വാഴ്ചയ്ക്കെതിരെ ഈ അവിടെ ഉണ്ടായിരുന്ന റെസിഡൻറ്റിനെതിരെ ഏറ്റുമുട്ടി. പരിക്കുകൾ സംഭവിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളതല്ലാതെ അയാൾ കൊല്ലപ്പെട്ടില്ല. അയാളുടെ ഈ സംഘത്തിൻ്റെ വെടിയേറ്റ് ബ്രിട്ടീഷ് റെസിഡൻറ്റ് ഒരു വശം തളർന്ന് ഗുരുതരാവസ്ഥയിലേക്കൊക്കെ എത്തി, പക്ഷേ മരണപ്പെട്ടില്ല. ജൂലൈ 17 ഇത് സംഭവിക്കുന്നത്. ആ അറ്റാക്കിന് ശേഷം ഈ പോരാളികളെല്ലാം വിവിധ ഒളികേന്ദ്രങ്ങളിലേക്ക് മടങ്ങി. ഓർക്കണം, 1857 ഈ സംഭവം. സ്വാതന്ത്ര്യം പിന്നെയും വർഷങ്ങൾക്കകലെയായിരുന്നു. വന്യമായ കരുത്തോടെ ഈ ബ്രിട്ടീഷ് സംവിധാനം നിലനിൽക്കുന്ന കാലത്താണ് ഈ ആക്രമണത്തിന് ഈ പറയുന്ന മനുഷ്യൻ നേതൃത്വം നൽകിയത്. എന്നിട്ട് ആ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച ആൻഡമാനിലെ കാലാപാനി എന്ന് പറയുന്ന ജയിലിലേക്ക് യുദ്ധ തടവുകാരനായി കയറ്റി അയച്ച ആദ്യത്തെ തടവുകാരിൽ ഒരാളായിരുന്നു ഈ മനുഷ്യൻ. അദ്ദേഹം ഏതാണ്ട് 30 കൊല്ലം ആ ജയിലിൽ കിടന്നു. ഒരു മാപ്പപേക്ഷയും നൽകിയില്ല. രാജ്യത്തിന് വേണ്ടി പോരാടി അവിടെ താമസിക്കുന്നത്, എല്ലാ പീഡനങ്ങളും സഹിച്ചു. ബ്രിട്ടീഷുകാരൻ എന്ത് നീതിയാണുള്ളത്? ഇന്നത്തെ കാലത്തെ ഗുണ്ടനാമോ തടവറകളിൽ പോലും യാതൊരു നീതിയുമില്ലാതെ അതിദാരുണവും ഭീകരവുമായി മനുഷ്യരെ കൊന്നു തള്ളുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ അക്കാലത്ത് എന്ത് നീതി കിട്ടാനാണ്? ഓർക്കണം, പാത്രം മോഷ്ടിച്ചതിനോ പീഡനക്കേസിലോ അല്ല ഈ ജയിലിൽ കിടക്കുന്നത്. 30 വർഷക്കാലം ജയിലിലടച്ച മക്ക മസ്ജിദിലെ ആ ഇമാം അവസാനം 1889 അദ്ദേഹം മരണപ്പെട്ടു. ആ മരണപ്പെടുന്നത് യുദ്ധ തടവുകാരനായിട്ടാണ്. പിന്നീട് ആ മൃതദേഹത്തെ എന്ത് ചെയ്തു പോലും അറിയില്ല എന്ന തരത്തിൽ ചരിത്രത്തിൽ മായ്ച്ചു കളയപ്പെട്ടു. കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു പേര്. ആര് കേൾക്കാൻ, ആര് കേൾപ്പിക്കാൻ? ആർക്ക് വേണം ഈ പേരുകളൊക്കെയും ഈ ത്യാഗങ്ങളൊക്കെയും? ഏതെങ്കിലും ഒരു ലോകത്ത് കണക്കെടുത്ത് അതിന് പ്രതിഫലം നൽകിയില്ലെങ്കിൽ ഈ ത്യാഗത്തിന് പിന്നെ എവിടെയാണ് പാരിതോഷികം കിട്ടുക? പടച്ചതമ്പുരാൻ നന്മകളെ സ്വീകരിച്ച് രാജ്യത്തിന് വേണ്ടി പോരാടിയ ശുഹദാക്കൾക്ക്, ഷഹീദ് ആയവർക്ക് പടച്ചതമ്പുരാൻ സ്വർഗം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.